അരുൺ രാജു എത്തുന്നു ഇടുക്കിയിൽ നിന്ന്. എന്തോ ചോദിക്കാനുണ്ട് അരുൺ രാജുവിന്, കേൾക്കാം. എൻ്റെ പേര് അരുൺ രാജു. എനിക്ക് അരുൺ സാറിനോട് ചോദിക്കാനുള്ളത്, ഒരു പ്രൊഫസറായിരുന്ന അരുൺ സാർ എങ്ങനെയാണ് മാധ്യമ ഫീൽഡിലേക്ക് വന്നത്? അതോടൊപ്പം ഈ വർഷത്തെ ഇലക്ഷനിൽ ആര് ജയിക്കണമെന്നാണ് സാറിൻ്റെ ആഗ്രഹം? അരുൺ രാജുവിൻ്റെ രണ്ട് ചോദ്യങ്ങളും എന്നെ കുഴയ്ക്കുന്ന ചോദ്യങ്ങളാണ്. ആദ്യത്തതിന് വളരെ എളുപ്പം മറുപടി പറയാം. ഞാൻ പ്രൊഫസറായിരുന്നില്ല, ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന തസ്തികയിൽ നിന്നാണ് ഇവിടേക്ക് എത്തുന്നത്. കാരണം ഇടയ്ക്ക് 2 വർഷം ലീവ് എടുത്ത് 24 ന്യൂസ് ചാനലിൽ പോയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രൊമോഷൻ്റെ ഡ്യൂ ഡേറ്റിൽ എനിക്ക് ആ വർഷം തികഞ്ഞിരുന്നില്ല. 2004-ലാണ് ഞാൻ അധ്യാപനത്തിലേക്ക് എത്തുന്നത്. ഡിഗ്രി കഴിഞ്ഞ് PhDക്ക് ജോയിൻ ചെയ്യുന്ന സമയത്താണ്. അതിനുശേഷം PSC വഴി ഗവൺമെൻറ് കോളേജിലേക്ക്, വിക്ടോറിയ കോളേജിലേക്കും പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജിലുമൊക്കെ ഏകദേശം 10-14 വർഷത്തോളം സേവനമനുഷ്ഠിച്ചു. അതിനുശേഷമാണ് കേരള സർവകലാശാല ക്യാമ്പസിലേക്ക് പോകുന്നത്. അവിടെ നിന്നുമാണ് ഞാൻ ഒരു മുഴുവൻ സമയ മാധ്യമപ്രവർത്തകരായി മാറുന്നത്. ബാക്കി എല്ലാ സമയങ്ങളിലും ഇടവേളകളിലാണ് സജീവമായി TV ചാനലുകളിൽ ഞാൻ പ്രേക്ഷകർക്കൊപ്പം ഉണ്ടായിരുന്നത്. പക്ഷേ ത്രൂ ഔട്ട് പല വ്യത്യസ്ത പരിപാടികളുമായി ഞാൻ പ്രേക്ഷകർക്കൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്താണ് ദൂരദർശനിൽ വിവാദപർവം എന്ന് പറയുന്നൊരു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി എന്നെ ക്ഷണിക്കുന്നത്. അന്ന് നമ്മുടെ GS പ്രദീപിൻ്റെ റെക്കമെൻഡേഷൻ്റെ പുറത്താണ്. അദ്ദേഹത്തിന് മറ്റൊരു പരിപാടി അശ്വമേധം അവതരിപ്പിക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ ദൂരദർശനിലേക്ക് കൊണ്ടുപോകുന്നതും. അവിടെ വെച്ച് ദൂരദർശനിൽ ആദ്യ പരിപാടി വിവാദപർവം അവതരിപ്പിച്ച് തുടങ്ങുന്നത് 2000-ലാണ്, ഏകദേശം 24 വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീടത് മലയാളത്തിലെ ആദ്യത്തെ തത്സമയ സംവാദ പരിപാടിയായി മാറി, സംവാദം എന്ന പേരിൽ. അതിനുശേഷം ദൂരദർശനിൽ ധാരാളം ക്വിസ് പ്രോഗ്രാമുകൾ, ഞാനും ഡോക്ടർ CR സോമൻ ഇപ്പോൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല, ഞങ്ങളിലേക്ക് ഗുരുതുല്യനായി കാണുന്ന മനുഷ്യനാണ്. പിന്നീട് അങ്ങനെ ഏഷ്യാനെറ്റിലേക്ക് വരുന്നു, നമ്മൾ തമ്മിലേക്ക് എത്തുന്നു. നമ്മൾ തമ്മിൽ ശ്രീകണ്ഠൻ നായർ പോയതിനു ശേഷം കുറച്ചു കാലം, ഏകദേശം 1 വർഷത്തോളം ഏഷ്യാനെറ്റ് ചാനലിൽ നമ്മൾ തമ്മിൽ, അതിനു മുൻപ് ഏഷ്യാനെറ്റ് ന്യൂസിൽ വാർത്താവതരണവും ഒക്കെ ആയിട്ട് തുടരുന്നുണ്ട്. പിന്നീട് അങ്ങനെ മറ്റു ചാനലുകൾ വഴി ഒടുവിൽ 24-ലും ഒടുവിൽ റിപ്പോർട്ടറിലേക്കും ഞാൻ എത്തിച്ചേരുകയായിരുന്നു. തീർച്ചയായിട്ടും 2 ജോലിയും വളരെ സന്തോഷം നൽകുന്ന ജോലി തന്നെയാണ്. രണ്ടിലും ഒരു തരത്തിലുള്ള അന്വേഷണവും ഗവേഷണവും അത് അവതരിപ്പിക്കലും ഒക്കെയുണ്ട് എന്നതാണ് ഇത് തമ്മിലുള്ള ഒരു പ്രത്യേകത. ക്ലാസ് മുറിയിൽ സിലബസിനുള്ളിൽ നിന്നുകൊണ്ടൊരു ചെറിയ ക്ലാസ് മുറിയെ നിങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ഒരു വലിയ ക്ലാസ് മുറിയായി കണ്ടാണ് ഞാൻ വാർത്ത അവതരിപ്പിക്കാൻ ശ്രമിക്കാറ്. അതുകൊണ്ട് 2 ജോലിയും സന്തോഷകരമായ ജോലി തന്നെയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയാൽ അരുൺ രാജ്, അത് സ്വകാര്യമായി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം എന്നുള്ളത്. കണക്കുകൂട്ടലുകളിൽ സ്വാഭാവികമായും BJPക്ക് ഒരു എഡ്ജ് ഉണ്ട് എന്ന് തന്നെ ഞാൻ പറയും. ഈ ഘട്ടത്തിലും NDAക്ക് ഒരു സ്ലൈറ്റ് എഡ്ജ് ഉണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണിയെ പൂർണ്ണമായിട്ടും എഴുതിത്തള്ളാൻ കഴിയില്ല എന്നതാണ് അരുൺ രാജിൻ്റെ ചോദ്യത്തിനുള്ള എൻ്റെ ടേക്ക്. ആഗ്രഹം അത് നമുക്ക് സ്വകാര്യമായിട്ട് പറയാം.